കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടിയത്. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങി പോകുമ്പോഴായിരുന്നു ഈ ആക്രമണം. ഗുണ്ട കുടിപ്പക തന്നെയാണ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊല്ലത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസ്. അതിലെ ഒന്നാം പ്രതി. ഞാൻ വിചാരിച്ചു ഒരു വണ്ടി വന്ന് തട്ടിയിട്ട് ആൾക്കാർ ഓട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ പോയി രക്ഷിക്കാനായിരിക്കും. കാരണം ഒരു മുഖംമൂടിയോ ഒരു ടവലോ പോലും കെട്ടിയിട്ടില്ല. പിന്നെ മനസ്സിലായ സംഭവം കുടിപ്പക അല്ലെങ്കിൽ ഗുണ്ടാ നേതാക്കളുടെ വിളയാട്ടം. ആദ്യം ഗുണ്ടാ നേതാവിനെ ഒരുത്തം കൊന്നു. ആ കൊന്ന ഗുണ്ടാ നേതാവിനെ അനുയായികൾ വന്ന് കൊല്ലുന്നു. പേര് അലുവ അതുൽ. ആഹാ, നല്ല മധുരമുള്ള പേര്. എന്തായാലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ. മിനിമം ഒരു മുഖത്തൊരു ടവലെങ്കിലും കെട്ടിയായിരുന്നെങ്കിൽ. എങ്ങനെ കിട്ടും? പിടിച്ചാൽ കൂടിപ്പോയി ഇവിടെ എന്ത് സംഭവിക്കാനാ? നല്ല ശമ്പളം കിട്ടും, നല്ല സുന്ദരമായ ജീവിതം, കുറച്ച് കാലം അകത്ത് കിടക്കാം, നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങാം, പണിയൊക്കെ നടത്താം, ഇതിന് നല്ല കാശ് കിട്ടും, തിരിച്ചു പോവാം. ഇനി തിരിച്ചെത്തുമ്പോൾ പാർട്ടിയിലെടുക്കും. പൊളിയല്ലേ, പൊളി ലൈഫ്. നമ്മുടെ നാട്ടിൽ ഇത്രയും മലമ്പ് നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് അവിടെ പുറത്ത് യുദ്ധം നടക്കുന്നുണ്ട്. ഒരു യുദ്ധം എത്രമാത്രം ഭീകരമാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ. ആ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ ഈ ആപത്തുണ്ടാകുമായിരുന്നോ? ഒരു സോഷ്യലിസ്റ്റ് രാജ്യം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താലേ ഇപ്പം ഈ കേരളത്തിൽ നടക്കുന്ന അക്രമമൊന്നും പോരാ. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ. മറ്റേ മമ്മൂട്ടിയുടെ സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്, എൻ്റെ ഭാര്യയായിരുന്നു സോവിയറ്റ് യൂണിയൻ, എൻ്റെ അമ്മയായിരുന്നു സോവിയറ്റ് യൂണിയൻ, അങ്ങനെയൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ. സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങൾ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളും നെറുകേടുകളും നയങ്ങൾ ഓരോന്നും നോക്കും, എത്ര ഭീകരമാണ്. ഇത് ലോകത്തെ ഉത്കണ്ഠപ്പെടുത്തുകയാണ്. അതിനുള്ള പരിഹാര മാർഗം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തും ശക്തിയുമാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ശക്തിയാണ് ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരായി പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജനകീയ ശക്തി കൂട്ടി കമ്മ്യൂണിസത്തിനെ ആശ്രയിക്കണം. ഈ പുള്ളി പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ്. അതായത് ജോസഫ് സ്റ്റാലിൻ, സോവിയറ്റ് യൂണിയൻ, ഇപ്പം പറഞ്ഞ സോവിയറ്റ് യൂണിയൻ, മാവോ ചൈനയിൽ, പോൾപോട്ട് കംബോഡിയ. അതായത് ഏകദേശം 10 മില്യണിൽ കൂടുതൽ ആൾക്കാരെ കൊന്നു തീർത്തിട്ടുണ്ട്. അതായത് പല പല പോളിസികളുടെ പേരിലും പല കാര്യങ്ങളുടെ പേരിൽ. അത് ഒരുപാട് ബുക്കുകളുണ്ട് ഇതിൻ്റെയൊക്കെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓൺലൈനിൽ തപ്പിയാൽ മതി. ഒന്നും വേണ്ട, ഇപ്പോൾ ഈ കണ്ട സാധനം തന്നെ ആൾക്കാരെ പോയി സിമ്പിളായിട്ട് വെട്ടിക്കൊല്ലുക. ഇവിടെ നല്ലൊരു ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ പേടിയുണ്ടാവില്ലായിരുന്നു.